തീർച്ചയായിട്ടും UDFന് നല്ല വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള പരാജയം, ആ പരാജയത്തെ വളരെ ഗൗരവത്തോടെ തന്നെ ഞങ്ങൾ കാണുകയാണ്. അത് വളരെ വിശദമായി പരിശോധനകൾക്ക് വിധേയമാക്കി പോരായ്മകൾ ഉണ്ടായിട്ടുള്ളത് കണ്ടെത്തി അത് തിരുത്തി വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുവാൻ CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സാധിക്കും. ശ്രീമതി CS സുജാത, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് ഒരുപക്ഷെ അധികാരം ലഭിക്കില്ലായിരിക്കാം, അതൊക്കെ കരുതിയിരുന്നു, സീറ്റുകളിലൊക്കെ കുറവ് വരാം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളുണ്ടല്ലോ, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെ എടുത്തു പറയേണ്ട പല മണ്ഡലങ്ങളും അതങ്ങ് കൈവിട്ടുപോയി. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് മാത്രമല്ല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് തന്നെ പറയേണ്ടത്. തീർച്ചയായിട്ടും എങ്ങനെ സംഭവിച്ചു അത്? തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു തിരിച്ചടിയെ ഗൗരവത്തോടെ തന്നെയാണ്, സീരിയസ് ആയി തന്നെയാണ് കാണുന്നത്. കാരണം പാർട്ടി വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ ഇപ്പോൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചാൽ അതിനെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ വിശദമായ ഒരു പരിശോധനയൊക്കെ ഞങ്ങൾ നടത്തി എവിടെയൊക്കെയാണോ ചോർച്ച സംഭവിച്ചിട്ടുള്ളത്, പാർട്ടി സെക്രട്ടറി തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, മാധ്യമങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് എവിടെയൊക്കെയാണോ പോരായ്മ പറ്റിയിട്ടുള്ളത് അതെല്ലാം വളരെ കൃത്യമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. തിരിച്ചടികളെ അതിജീവിച്ച് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ള പാർട്ടിയാണ് CPIM-ഉം ഇടതുപക്ഷവും. ജനങ്ങൾ തന്നിട്ടുള്ള ഈ ശിക്ഷ തീർച്ചയായിട്ടും ഏറ്റുവാങ്ങി ജനങ്ങളുടെ ഇടയിൽ വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായി പ്രവർത്തിച്ച് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. കാരണം നേരത്തെ ഇതുപോലെ തിരിച്ചടി ഉണ്ടായ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ മടങ്ങി വന്നിട്ടുണ്ട്. കാരണം ജനങ്ങൾക്ക് ഈ പാർട്ടിയെയും ഇടതുപക്ഷത്തെയും വേണം. കാരണം അവർക്കറിയാം എല്ലാ കാലത്തും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം തിരുത്തേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണല്ലോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം സൂചിപ്പിക്കുന്നത്. ശരിയാണ് ശ്രീമതി സുജാത. പാർട്ടി പക്ഷേ വലിയൊരു കുരുക്കിലേക്കാണ് വീണിരിക്കുന്നത്, വലിയൊരു ഭരണവിരുദ്ധ വികാരം. ഒപ്പം പാർട്ടിക്കുള്ളിൽ തന്നെ പല തീർപ്പുകളും നടത്തേണ്ടതുണ്ട്. ഇനിയിപ്പോൾ പല ചർച്ചകളും വെക്കണം, പല പ്രശ്നങ്ങളും പരിഹരിക്കണം. എങ്ങനെയാണ് ഇനിയിപ്പോൾ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോവുക ഈ കാര്യങ്ങളൊക്കെ? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലൊന്നും നമുക്ക് ഭരണവിരുദ്ധ വികാരം അങ്ങനെ പ്രകടമായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ ഇനി അതിനെ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കും. കാരണം ഞങ്ങൾക്കൊരു ഈ പറയുന്ന ഒരു തിരിച്ചടി വരുമ്പോൾ ആ തിരിച്ചടി സ്വാഭാവികമായിട്ടും ഓരോ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചും അത് പ്രയാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്, വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം അത് ഇനി തിരുത്തി തന്നെ വേണമല്ലോ മുന്നോട്ട് പോകേണ്ടത്. അത് ഏത് ഭാഗത്തൊക്കെയാണ് കോട്ടമുണ്ടായിട്ടുള്ളത്, അതാരൊക്കെയാണ് തിരുത്തേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഭാഗത്ത് പെശകുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്തേ മതിയാവൂ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും, അത് വ്യക്തികളാകട്ടെ അല്ലെ അനുഭാവികളാകട്ടെ പാർട്ടി മെമ്പർമാരാകട്ടെ ലീഡർഷിപ്പിലുള്ളവരാകട്ടെ, നമ്മൾക്കുണ്ടായിട്ടുള്ള എന്തൊക്കെ പോരായ്മകളാണോ ആ പോരായ്മകളെല്ലാം തിരുത്തി മുന്നോട്ട് പോകണമല്ലോ. മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ വളരെ വേഗം ഈ പാർട്ടിയിലെ ജനങ്ങൾ പാർട്ടിയെ സ്നേഹിക്കുകയും ശക്തമായ രൂപത്തിൽ ഞങ്ങൾക്ക് തിരിച്ചു വരാനും കഴിയും. കാരണം അത് കൃത്യമായി മുൻകാലങ്ങളിൽ നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. പോരായ്മകളുണ്ടായ ഘട്ടത്തിലെല്ലാം ജനങ്ങളോട് തുറന്നു പറഞ്ഞ് ജനങ്ങളുടെ ഉപദേശവും നിർദ്ദേശവും എല്ലാം സ്വീകരിച്ച് തന്നെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. കാരണം 10 വർഷത്തെ ഭരണം ഇനി ഒരു വിഭാഗം ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം, 10 വർഷം ഇവർ ഭരിച്ചല്ലോ, ഇനിയൊന്നും മാറി നിൽക്കട്ടെ. കാരണം അത് ജനങ്ങൾക്കൊന്നും ചെയ്യാത്തത് കൊണ്ടല്ല, ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു. പക്ഷേ ഇങ്ങനെ ഒരു റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിൽ പാർട്ടിയും ഇടതുപക്ഷവും നടത്തി തിരുത്തി തന്നെ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കും എന്ന് നിങ്ങൾക്കും അറിവുള്ള കാര്യമാണ്.